അതുപോലെ നിങ്ങളുടെ ടോട്ടൽ സെയിൽസ് പെർ മന്ത്, അതുപോലെ തന്നെ നിങ്ങളുടെ പർച്ചേസ്, അതുപോലെ ആ സെയിൽസ് ഔട്ട്സ്റ്റാൻഡിങ്, ടോട്ടൽ സെയിൽസ്, അതുപോലെ തന്നെ ഇൻവോയ്സ് കൗണ്ട് സമ്മറി, ഇൻവോയ്സ് എമൗണ്ട് സമ്മറി, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ടെംപ്ലേറ്റ്സിലുള്ള പ്രിൻറ്റിങ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഷിപ്പിംഗ് ലേബൽസും നിങ്ങളുടെ എൻവലപ്പ് പ്രിൻറ്റിങ്ങും അതിൻ്റെ അകത്ത് സാധ്യമാണ്. ഇത് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയറിനെ പറ്റിയാണ്. ഇതൊരു ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ്. മാനുഫാക്ചേഴ്സ്, ട്രേഡേഴ്സ്, അതുപോലെ തന്നെ സർവീസ് പ്രൊവൈഡേഴ്സിനും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഇതിന്റെ പ്ലേ സ്റ്റോർ വേർഷനും ആപ്പിൾ സ്റ്റോർ വേർഷനും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഈ ഇൻവോയ്സുകൾ, ഇ വേ ബില്ല്, ഇൻവെന്ററി മാനേജ്മെന്റ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇത് ലോഗിൻ ചെയ്യാൻ നമുക്ക് ലോഗിൻ ഐ ഡി, യൂസർ നെയിം, പാസ്വേഡും വെച്ചിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ മൊബൈൽ OTP ഒതന്റിക്കേഷൻ ആയിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഡാഷ്ബോർഡ് ആണ്. നമ്മുടെ കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ സെയിൽസ്, ഓരോ മാസത്തെയും സെയിൽസ്, പർച്ചേസുകൾ, എക്സ്പെൻസുകൾ, ഇൻകം, അതുപോലെ തന്നെ സെയിൽസ് ഔട്ട്സ്റ്റാൻഡിങ് എത്ര ഉണ്ട്, പർച്ചേസ് ഔട്ട്സ്റ്റാൻഡിങ് എങ്ങനെ ഉണ്ട്, നമ്മുടെ ടോട്ടൽ സെയിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിലായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഇൻവോയ്സ് കൗണ്ട് സമ്മറി ഓരോ മാസത്തെയും, അതുപോലെ തന്നെ ഇൻവോയ്സ് എമൗണ്ട് സമ്മറി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് അറിയാൻ പറ്റുന്നത്. മെയിനായിട്ട് ബെസ്റ്റ് സെല്ലിംഗ് പ്രോഡക്ട്സ്, അതുപോലെ തന്നെ ലോ സ്റ്റോക്ക് ആയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയുണ്ട്, ടോപ്പ് വെൻഡേഴ്സ് ആരൊക്കെയാണ്, അതുപോലെ ടോപ്പ് കസ്റ്റമേഴ്സ് ആരൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മുടെ സെയിൽസ് ഇൻവോയ്സ് ഡ്യൂ, ഏതൊക്കെ ബില്ലുകൾ ഡ്യൂ ഉണ്ട്, അവർക്ക് പേഴ്സണലായിട്ട് ഇമെയിൽ നോട്ടിഫിക്കേഷന്, അതുപോലെ തന്നെ വാട്സാപ്പ് നോട്ടിഫിക്കേഷൻ പോകാനുള്ള സംവിധാനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അടുത്തായിട്ടുള്ളത് നമ്മുടെ കസ്റ്റമർ വെണ്ടർ മാനേജ്മെന്റ് ആണ്. എന്നിട്ട് നമുക്ക് കസ്റ്റമറിനെ അല്ലെങ്കിൽ വെണ്ടറിനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ന്യൂ കൊടുത്തിട്ട് നമുക്ക് കസ്റ്റമറിന്റെ GST നമ്പർ ഓട്ടോ ഫിൽ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആഡ് ന്യൂ കൊടുത്തിട്ട് ഓരോ പ്രോഡക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇമ്പോർട്ട്, ബൾക്ക് ഇമ്പോർട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എക്സൽ ഫയലിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിന്റെ സാമ്പിൾ ഡാറ്റ ഫയൽ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പ്രോഡക്റ്റ് ഗ്രൂപ്പുകൾ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യാനും സ്റ്റോക്ക് കാണാനും ഇവിടെ പ്രൊവിഷൻ ഉണ്ട്. നമുക്ക് സെയിൽസ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ആഡ് ന്യൂ കൊടുക്കുക, കസ്റ്റമറിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക, ഡേറ്റ് പിക്ക് ചെയ്യുക, പ്രോഡക്റ്റിന്റെ കോഡ് പിക്ക് ചെയ്യുക, ബാച്ച് നമ്പർ പിക്ക് ചെയ്യുക, ക്വാണ്ടിറ്റി കൊടുക്കുക. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ സ്റ്റോക്ക് പ്രോഡക്ട്സ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തുകൊണ്ട് അതിന്റെ പ്രൈസും അതിന്റെ ഡിസ്കൗണ്ട്സ്, അതിന്റെ ടാക്സ് കാര്യങ്ങളെല്ലാം അതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. നമുക്ക് വേണ്ട ബാങ്ക് ഡീറ്റെയിൽസ് പിക്ക് ചെയ്ത് കൊടുക്കുക. ബാങ്ക് ഡീറ്റെയിൽസ് നമുക്ക് എമൗണ്ട് ഡ്യൂ ഡേറ്റ് പിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ക്രെഡിറ്റ് അല്ലെങ്കിൽ ക്യാഷ്, ചെക്ക്, ഓൺലൈൻ പേയ്മെന്റുകൾ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് സേവ് കൊടുക്കാം. അപ്പോൾ വരുന്ന ബില്ലിന്റെ ഫോർമാറ്റ് ഇങ്ങനെ ആയിരിക്കും. അതിൻ്റെ അകത്ത് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കാണും. അതിന്റെ കസ്റ്റമർ ഡീറ്റെയിൽസ് കാണും, ടോട്ടൽ എമൗണ്ട് ഉണ്ട്, ടാക്സ് കാണും, അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ്, പേയ്മെന്റ് QR കോഡ് വഴി ചെയ്യാൻ പറ്റുന്ന UPI QR കോഡ് കാണും. അതുപോലെ ഡിജിറ്റൽ സിഗ്നേച്ചർ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ബില്ല് നമുക്ക് വാട്സാപ്പ് വഴി വേണമെങ്കിലും സെൻഡ് ചെയ്യാൻ കസ്റ്റമറിന്, ഇമെയിൽ അയക്കാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, അതുപോലെ പ്രിന്റ് എടുക്കാനും പറ്റും. ഈ ഇൻവോയ്സ് പ്രകാരം നമുക്കൊരു പാഴ്സലാണ് അയക്കണമെങ്കിൽ അതിനു വേണ്ടിയുള്ള ഷിപ്പിംഗ് ലേബൽസ് നമുക്ക് പ്രിന്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഷിപ്പിംഗ് ലേബൽസ് ഇവിടുന്ന് പല സൈസിൽ അവൈലബിൾ ആണ്. അതിൽ നിന്ന് നമുക്ക് എൻവലപ്പ് പ്രിന്റിങ്ങും ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഇൻവോയ്സിന് നമുക്ക് ഇ-വേ ബിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇ-വേ ബിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും അത് കൺവേർട്ട് ചെയ്ത് പല ഓപ്ഷൻസിലേക്ക്, അതായത് ഡെലിവറി ചലാൻ, പെർഫോം ഇൻവോയ്സ്, കൊട്ടേഷൻ, ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട് എന്നീ കാര്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കാൻ പറ്റും. അതിൽ നമുക്ക് ഒരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ക്യാൻസൽ ചെയ്യാനുള്ള പ്രൊവിഷൻ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ പർച്ചേസ് ഇൻവോയ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പേയ്മെന്റ്സ്, ഇൻവാർഡ് പേയ്മെന്റ്സ്, ഔട്ട്വേർഡ് പേയ്മെന്റ്സ് നമുക്ക് എൻട്രി ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ ഡെയിലി എക്സ്പെൻസുകളെല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇവിടെ.
അതുപോലെ തന്നെ കൊട്ടേഷൻസ്, ജോബ് വർക്ക്, സെയിൽ വർക്ക്, ബാങ്ക് ലെഡ്ജർ എന്നിവ ക്രിയേറ്റ് ചെയ്യാനും ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. റിപ്പോർട്ട്സിൽ പോവുകയാണെങ്കിൽ നമുക്ക് സെയിൽസ് റിപ്പോർട്ട്സ്, സെയിൽസ് ഔട്ട്സ്റ്റാൻഡിങ്, എല്ലാ കാര്യങ്ങളും ഇവിടെ അറിയാൻ സാധിക്കുന്നതാണ്. സെയിൽസ് ഔട്ട്സ്റ്റാൻഡിങ് അറിയാൻ പറ്റും. അതുപോലെ തന്നെ അതർ റിപ്പോർട്ട്സിൽ പോയാൽ കമ്പനി ലെഡ്ജർ, കമ്പനി ഔട്ട്സ്റ്റാൻഡിങ്, സ്റ്റോക്ക് റിപ്പോർട്ട്, GSTR റിപ്പോർട്ട്സിനകത്ത് GSTR 1, 2, 3B എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് അറിയാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ അകത്ത് അതുപോലെ തന്നെ നമുക്ക് 10 സ്റ്റാഫ് അക്കൗണ്ടുകൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സെറ്റിംഗ്സിലോട്ട് പോവുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് വാട്സപ്പ് ഓപ്ഷൻസിനകത്ത് വാട്സപ്പ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇ-വേ ബിൽ ആൻഡ് ഇൻവോയ്സിങ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ബിസിനസ് പ്രൊഫൈലിൽ പോവുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ് പ്രൊഫൈലിലേക്കുള്ള സാധനങ്ങളെല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. ഡീറ്റെയിൽ സിഗ്നേച്ചർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്രിന്റ് ടെംപ്ലേറ്റ്സിൽ പോവുകയാണെങ്കിൽ നമ്മുടെ സെയിൽസ് ഇൻവോയ്സിന്റെ ടെംപ്ലേറ്റ്സുകൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ കിടക്കുന്ന ടെംപ്ലേറ്റ് 1 ആണ്. അത് ടെംപ്ലേറ്റ് 13ലേക്ക് മാറ്റുവാണെങ്കിൽ നമ്മുടെ സെയിൽസ് ഇൻവോയ്സിന്റെ പ്രീവിയസ് ടെംപ്ലേറ്റ് മാറി പുതിയ ടെംപ്ലേറ്റ് ആവും. ഈ ഒരു ഓപ്ഷനിലേക്ക് മാറും, കൺവേർട്ട് ആവും. അതുപോലെയുള്ള 12 ടെംപ്ലേറ്റ്സുകൾ ഇതിനകത്ത് അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ സെയിൽസ് ഇൻവോയ്സിന് സൂപ്പർ മാർക്കറ്റുകൾക്ക്, ലോക്കൽ സ്റ്റോറുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന തെർമൽ പ്രിന്റിങ്ങും അവൈലബിൾ ആണ്. തെർമൽ പ്രിന്റിങ്ങിൽ QR കോഡ് ഇൻബിൽഡ് ആണ് പേയ്മെന്റ്. അങ്ങനെ 2 ടെംപ്ലേറ്റും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡെറിവേറ്റീവ് ചലാൻ, കൊട്ടേഷൻസ്, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പ്രത്യേകം ടെംപ്ലേറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പേയ്മെന്റ് റെസിപ്റ്റിന് ടെംപ്ലേറ്റ്സ് ഉണ്ട്. അതുപോലെ ലെറ്റേഴ്സിന് ലെറ്റർ ഹെഡ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ബാങ്ക് ഡീറ്റെയിൽസിൻ്റെ അകത്ത് നമുക്ക് മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇമെയിൽ ആൻഡ് വാട്സപ്പ് ടെംപ്ലേറ്റ്സിനകത്ത് ഒരു സെയിൽസ് ഇൻവോയ്സ് ഏത് രീതിയിലായിരിക്കും നമുക്ക് പോകേണ്ടത് ആ രീതി നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇമെയിൽ ടെംപ്ലേറ്റും വാട്സപ്പ് ടെംപ്ലേറ്റും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻസ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പേയ്മെന്റ് റിമൈൻഡേഴ്സും കസ്റ്റമറിന് പോകേണ്ട ഇമെയിൽസും വാട്സപ്പും ഫ്രീ ആണ്. ആ ഒരു ഓപ്ഷൻസ് കൂടെ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസൈൻ കസ്റ്റം ഹെഡർ നമുക്ക് കസ്റ്റമായിട്ട് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഈ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ക്ലൗഡ് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് കിട്ടും. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 1499 പ്ലസ് GST എന്നാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർക്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾ ലോഗിൻ ചെയ്യുവാണെങ്കിൽ, സൈനപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 1 മന്ത് പ്രീമിയം ഫ്രീ ട്രയൽ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ 1 ഇയർ സബ്സ്ക്രിപ്ഷനിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് 12 മാസത്തിന് കൂടെ 3 മാസം കൂടെ ടോട്ടൽ ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ ടോട്ടൽ 16 മാസം നിങ്ങൾക്ക് ഈ ഒരു ബെനിഫിറ്റ് ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നോളജ് ബേസ് ഉണ്ട്. നോളജ് ബേസിൽ നിങ്ങൾക്ക് പോയി നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം. അതുപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ടിന് വേണ്ടി ഞങ്ങളെ കോൾ ചെയ്യുവാണെങ്കിൽ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും സപ്പോർട്ടും ഞങ്ങൾ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.